ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 6 യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് എന്നാണ്. നമ്മളെന്താണ് ഫുഡിൻ്റെ കൂടെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട നമ്മൾ മെയിൻ സോഴ്സ് അല്ലെങ്കിൽ ന്യൂട്രിയൻസിൽ നമ്മൾ കാണുന്ന മേജർ ഫാക്ടറാണ് എന്താ കാർബോഹൈഡ്രേറ്റ്സിൽ. അപ്പോൾ നമ്മൾ എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് എന്നാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് എന്താണെന്ന് നോക്കാം. What are carbohydrates? Carbohydrates എന്താണ്? Carbohydrates are the one of the main types of nutrients. നമ്മൾ പറഞ്ഞു എന്താണ് മെയിൻ ടൈപ്പ് അല്ലേ, നമ്മൾ ന്യൂട്രിയൻസിൻ്റെ മെയിൻ ടൈപ്പ് ആണ് എന്ത്, നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ദേ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എനർജി ഫോർ അവർ ബോഡി, ഫോർ യുവർ ബോഡി. അല്ലെങ്കിൽ നമ്മളെന്താണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എനർജിയൊക്കെ തരുന്ന ആരാണ്, നമ്മൾ ഈ ന്യൂട്രിയൻ ഫാക്ടർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, കാർബോഹൈഡ്രേറ്റ് എത്രയൊക്കെ ടൈപ്പ് ഉണ്ട് നോക്കാം. യെസ്, ടൈപ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാർബോഹൈഡ്രേറ്റ് ആരാണ്, ഷുഗേഴ്സ് ആണ്. അതായത് നമ്മൾ പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ ഷുഗേഴ്സ്, നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ഷുഗേഴ്സ്, അതായത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഷുഗേഴ്സ് എന്ന് പറയുന്നത്. ഷുഗർ എന്താണ്, നമ്മൾ പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഷുഗേഴ്സൊക്കെ എന്താണ്, നമ്മൾ ടൈപ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സിൽ കാണുന്നതാണ്. ഇനി സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് കുറച്ചും കൂടി എന്താണ് വലിയ വലിയ മോളിക്യൂൾസ് ഉള്ള അത്തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിനാണ് നമ്മൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് അഥവാ എന്താണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് നമ്മൾ റൈസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്, റൈസ് വാട്ടർ, നമുക്ക് കഞ്ഞിവെള്ളത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, സ്റ്റാർച്ചാണ്. ഇനി ഫൈബർ നമ്മൾ നോൺ ന്യൂട്രിയൻ ഫാക്ടർ ആയിട്ടാണ് എന്താ നമ്മൾ പറയാം. പക്ഷെ എന്താണ്, ഫൈബർ ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു ടൈപ്പാണ്. ഇറ്റ് ഈസ് ഇൻജസ്റ്റിബിൾ, അതായത് ഇൻഡൈജസ്റ്റിബിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് എന്താണ്, നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാർബോഹൈഡ്രേറ്റുകളാണ്. അത് നമുക്ക് എന്താണ് ഫൈബറായിട്ട് ഒരുപാട് ഫൈബറുകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്താണ് നമ്മളെ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന, അതായത് പ്ലാന്റിൻ്റെ സെൽവാളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുലോസ് എന്ന് പറയുന്ന മെറ്റീരിയലൊക്കെ എന്താണ് നമ്മുടെ ഈ ഫൈബറിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫൈബറിൻ്റെ എക്സാമ്പിൾസ് ആണ് എന്താ ആ സെല്ലുലോസ് എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽ. അതേപോലെ തന്നെ നമ്മൾ ആപ്പിള് അതേപോലെ തന്നെ ബനാന, അതേപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട് അല്ലേ, അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് ഫൈബേഴ്സ് എന്ന് പറയുന്ന കണ്ടന്റാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് സോഴ്സസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, നമുക്ക് എവിടുന്നൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നതെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമുക്ക് ഫ്രൂട്ട്സിൽ നിന്ന് എന്ത് ചെയ്യും, കാർബോഹൈഡ്രേറ്റ്സ് കിട്ടില്ല, നമുക്ക് ഷുഗേഴ്സ് ആയിട്ട് കിട്ടും, നമുക്ക് ഫൈബേഴ്സ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വെജിറ്റബിൾസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ് ഷുഗേഴ്സ് ആയിട്ടാണ്. ഇനി ഗ്രെയിൻസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർച്ച് ആയിട്ടും കിട്ടും, അതേപോലെ തന്നെ ഫൈബർ ആയിട്ട് കിട്ടും, അതേപോലെ തന്നെ എന്താണ് നമുക്ക് സർട്ടൻ ഷുഗേഴ്സ് ആയിട്ടും കിട്ടും. ഇനി ഡയറി പ്രോഡക്ട്സിൽ നമുക്ക് കിട്ടുന്ന എന്താണ്, നമുക്ക് ഷുഗേഴ്സും അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഫൈബർ കണ്ടന്റ് ഒന്നും നമുക്ക് ഡയറി പ്രോഡക്ട്സിൽ നിന്നും കിട്ടൂല. പക്ഷേ ഇനി ലെഗ്യൂംസിൽ നോക്കുകയാണെങ്കിൽ ലെഗ്യൂംസിൽ നിന്നും നമുക്ക് എന്താണ് ഫൈബർ കണ്ടന്റും കിട്ടും, അതേപോലെ തന്നെ ഷുഗേഴ്സ് കിട്ടും, അതേപോലെ തന്നെ എന്താണ് സ്റ്റാർച്ച് കണ്ടന്റൊക്കെ കൂടുതൽ കിട്ടുന്ന ഗ്രെയിൻസിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എന്താ നമ്മൾ സോഴ്സസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് എന്താ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് പ്രൊവൈഡ് എനർജി ഫോർ ദ ഡെയിലി ആക്ടിവിറ്റീസ് ആൻഡ് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബ്രെയിൻ, മസിൽസ് ആൻഡ് ഓർഗൻസ്. അതായത് നമ്മളുടെ ബ്രെയിനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, എനർജി വേണം അല്ലേ. അപ്പോൾ എനർജി ആരാ തരുന്നത്, നമ്മളുടെ ഈ കാർബോഹൈഡ്രേറ്റ്സ് ആണ് അല്ലേ. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന ന്യൂട്രിയൻ ഫാക്ടറാണ് എന്താ നമുക്ക് എനർജി തരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, നമ്മൾ മെയിൻ ന്യൂട്രിയൻ ഫാക്ടർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്തരത്തിലുള്ള കണ്ടൻസ് ആണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചായിരുന്നു അല്ലേ. നമുക്ക് ഒരുപാട് ഇനി ന്യൂട്രിയൻ ഫാക്ടേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ചുള്ള വീഡിയോസ് അടുത്തതായിട്ട് വരുന്നതാണ്.